സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അവരെങ്ങനെയാകും മണവാളിനെ കാത്തിരിക്കുക? ചിരിക്കാൻ ഒരുപാടുണ്ട്, എന്നാൽ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സത്യം എന്താണെന്ന് ഈ സ്കിറ്റിൽ കൂടി നമുക്ക് കണ്ടറിയാം. വാര്യാപുരം സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിലെ മർത്തമറിയം സമാജ പ്രവർത്തകർ അവതരിപ്പിക്കുന്നു 10 കന്യകമാരുടെ ഉപമ. വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളുവനുഗ്രഹിക്കൂ. നാഥ, വൻ കൃപകൾ ഞങ്ങൾ കരുളൂ. ആരെയും കാണുന്നില്ലല്ലോ. നമ്മൾ അല്പം താമസിച്ചെന്ന് തോന്നുന്നു. അതെ, കസേര ഒഴിഞ്ഞു കിടക്കുന്നു. വേറെ ആരെയും കാണുന്നുമില്ല. ഇനി നമുക്ക് മുൻപേ അകത്ത് കടന്നു കാണുമോ? ഏയ്, ഒരിക്കലുമില്ല. ഉപവാസം, പരിത്യാഗവും പ്രായച്ചിത്വവും കൊണ്ട് നേടിയതാണ് ഈ സുദിനം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല ഈ അനുഗ്രഹ സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടി കാണാറുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുമോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കണ്ടെന്നേ, നമ്മൾ കൃത്യസമയത്ത് തന്നെയാ വന്നത്. ധൈര്യമായിരിക്കും. എങ്കിൽ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ നാഥൻ വരുമ്പോഴേക്കും നമ്മുടെ എണ്ണയെല്ലാം വറ്റി നാം നിരാശരായി മടങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമുക്ക് തിരി താഴ്ത്തി ഉറക്കം വരാതിരിക്കാൻ പാട്ടും പാടി പ്രിയനെ സ്തുതിക്കാം. ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അങ്ങാടി പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അങ്ങാടി പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. ഞാനും കൂടി വരുന്നു. ഓടി ഓടി എന്നെ നടു തളർന്നു. എത്ര നേരം നിന്നെയൊക്കെ വിളിക്കുക? നിന്റെ ചെവിയിൽ എന്താ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. ഒത്തിരി വാചകം അടിക്കാതെ നീ എന്താ താമസിച്ചേ? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അല്ല, ഇതെന്തു കൂത്താ? ഇന്നിവിടെ വല്ല ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞിരുന്നേ ഞാനൊരു കരോക്കെയൊക്കെ സെറ്റാക്കിയിട്ട് വന്നേനെ. വലിയ ഭക്തരാണെന്നാ തോന്നുന്നത്. കണ്ടില്ലേ, വെള്ളയൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നേ. നമ്മുടെ കൂടെയുള്ള മറ്റൊരു അങ്കണം എന്തിയേ? ഒരു സമയം പറഞ്ഞ ആ സമയത്ത് വരില്ല. ഇവളുമാരെ കൊണ്ട് തോറ്റു. അല്ലടി, എന്തായി നിന്റെ ജോലിക്കാര്യം? ഓ, അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ആപ്പിളിന്നും മൈക്രോസോഫ്റ്റിന്നും എന്നെ വിളിയോടെ വിളിയാ. ഞാൻ സാലറിക്കല്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനെങ്ങും പോകുന്നില്ല. പിന്നെ വലിയ ആപ്പിള് പറിക്കാനുമായിരിക്കും അവളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ല, നീ എന്താടി ഇത്രയും താമസിച്ചേ? ഓ, ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. രാവിലെ എനിക്ക് സൂംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതെനിക്ക് മിസ്സാക്കാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ മെട്രോക്കാര് വിളിച്ചു എന്റെ ഇന്റർവ്യൂ എടുക്കാനാണ്. അറിയാലോ, എന്റെ ഡാൻസ് വേറെ ലെവലാണ്. പിന്നെ അവർക്ക് ഡാൻസ് മാത്രം പോരാ, കുറച്ച് സൗന്ദര്യം കൂടെ വേണം. ഈ സൗന്ദര്യം ഉള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടേ. എന്റെ കർത്താവേ, ഈ തള്ളുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ? ഇനി ഇൻഫ്ലുവൻസർമാര് എപ്പോഴാണോ വരുന്നേ? ഇങ്ങോട്ട് വരട്ടെ, രണ്ട് പറയണ ആളോട്. ഞാൻ ഇവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് മീറ്റിംഗ് അവർ മണവാളൻ. ഹോ, ഇവള് തുടങ്ങിയോ അവളുടെ ഒരു യൂട്യൂബ് ചാനൽ? ഡീ നിർത്ത്. എവിടായിരുന്നു നീ? എത്ര നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഹോ, മലയാളമായിരുന്നോ? ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു മടുത്തു. എന്റെ അമ്മേ, സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. അതെ, ഇതൊന്നും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നും വരില്ലല്ലോ അല്ലേ? ഇപ്പൊ ഏറെ താഴെ വന്നതേ ഉള്ളൂ. നീ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അത് ഇതിനൊരു സമാധാനം പറ.
10 million ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ? ഈ റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസുമോ? നീ എന്നാ വല്ല തുണിക്കടയും തുടങ്ങിയോ? ഓ, ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഇവളുമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടി ഫാൻസ് അതാ പറഞ്ഞത്. അല്ല, എവിടെ മൂപ്പര്? നമ്മുടെ മണവാളൻ വന്നില്ലേ? കട്ട വെയിറ്റിംഗ് ഫോർ മണവാളൻ. വാവ്, ഈ ക്യാപ്ഷൻ ഞാൻ പൊളിക്കും. ഈ ഫോട്ടോയ്ക്ക് ഞാൻ കുറച്ച് ലൈക്കും ഷെയറും ഒക്കെ വാങ്ങിക്കും. അങ്ങനെ ഞാൻ വൈറലാവും. ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, കഴിഞ്ഞ തവണ ഞാൻ ചാരിറ്റി ചെയ്തതിന്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പം നിങ്ങളൊക്കെ എന്താ ലൈക്ക് ചെയ്യാഞ്ഞേ? പിന്നെ വീടും കറണ്ട് കണക്ഷനും ഇല്ലാത്ത ചേട്ടന് ഇൻഡക്ഷൻ കുക്കർ മേടിച്ചു കൊടുക്കുന്നല്ലേ ചാരിറ്റി. അതിനൊന്നും ലൈക്ക് ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല. ഓ, ഇതിന്റെ ഇടയ്ക്ക് അതും അറിഞ്ഞോ? യജമാനൻ യജമാനൻ വരാറായെന്ന് തോന്നുന്നു. നമുക്ക് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാളമാ പെണ്ണുങ്ങളെ! മണവാളിന് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? എന്നാൽ നമുക്ക് വിളിക്കാം, വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക. അയ്യോ, ഞാൻ എണ്ണ എടുക്കാൻ മറന്നുപോയി. അപ്പൊ നീയും എടുത്തില്ലേടി? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എണ്ണ എടുക്കണമെന്ന്. ഷോ, എന്നാ പിന്നെ ആ പറഞ്ഞ സമയത്ത് നിനക്കങ്ങ് എടുക്കാൻ മേലായിരുന്നോ? ആരും എടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവരോട് ചോദിച്ചാലോ? ആ, ബെസ്റ്റ്. ചെന്ന് ചോദിച്ചാ മതി, ഇപ്പൊ കിട്ടും. നിങ്ങൾ ഇങ്ങോട്ട് മാറും, ഞാൻ ചോദിക്കാം. ഹേ ഗായ്സ്, could you give some oil? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ദയവായി ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പകർന്നു തന്നാൽ നമുക്ക് ആർക്കും എണ്ണ തികയാതെ വരും. അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രച്ഛന്ന വേഷക്കാരോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങ് വന്നേ. ഇവിടെ 24 hours ഓപ്പൺ ആയ സൂപ്പർ മാർക്കറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത്. വാ, നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോവാം. വെള്ളയും ഇട്ട് ഇറങ്ങിക്കോളും ഓരോ മാരണങ്ങള്. കണ്ടാലോ വലിയ ഭക്തിയും കയ്യിലിരിപ്പോ. ഇപ്പോൾ വരും എൻ കണ്ണിൽ കൂടെ
അവളുമാരെന്തി ഒന്നിനെയും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണ തലയെ കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ല പിന്നെ അവളുമാരകത്ത് കയറി കഥ കടച്ചോ? ഇനി മണവാളൻ വന്ന് കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, കതവ് തുറക്ക്, ഞങ്ങൾ ഈ വാതിക്കൽ തന്നെ ഉണ്ട്. ഹലോ ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? അങ്ങ് ലോക്കലിലും സെൻട്രലിലും ഉള്ള എല്ലാ കമ്മിറ്റിയിലും മെമ്പർ ആയിട്ടുള്ള എന്നെ അറിയത്തില്ലെന്നോ? ശരി, നിങ്ങൾക്ക് ഞങ്ങളെയും ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കതവ് തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിയേ. ഇല്ലാത്ത നേരമുണ്ടാക്കി വന്നപ്പം കതവ് തുറക്കത്തില്ലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? വീട്ടിൽ ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ആർ യു ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലറായ എന്നെ അറിയില്ലെന്നോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കടന്നു പോകൂ ഇവിടുന്ന്. നീ എന്താടി പേടിച്ചു പോയോ? പിന്നെ ഞാനോ ഇതിലും വലിയ അലറ് കേട്ടിട്ട് പേടിച്ചിട്ടില്ല. അപ്പളാ ഇത്. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങുകയെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ ഈ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുകയും ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാതുകൊണ്ട് ഉണർന്നിരിക്കും. എന്താണ് ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് എന്തോ പേടി തോന്നുന്നു. നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തതയും സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. I'm
കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചും എന്റെ പിതാവ് മാത്രമല്ലാതെ പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാരോ കൂടി അറിയുന്നില്ല. നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പി. മനോഹരമായി നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും ഇത്തരത്തിൽ മനോഹരമായ ഒരു പെർഫോമൻസ് തന്ന മർത്തമറിയം സമാജാംഗങ്ങളോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഒരു നല്ല കയ്യടി ഇവർക്ക് കൊടുക്കാമല്ലോ അല്ലേ?